ഇന്നലെ രാത്രിയാണ് ജുനൈദ് നമ്മൾ വിട്ടുപിരിഞ്ഞത്. ഒരു മഞ്ചേരിയിലെ ഒരു വാഹന അപകടത്തിലാണ്. ഞാൻ ഓൾറെഡി ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, ആസ്വദിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ട്രോളിയിട്ടുണ്ട്. അതിനൊന്നും ഞാൻ കുറ്റപ്പെടുത്തണമില്ല. പക്ഷേ ഒരുപാട് വിശാല മനസ്സിന്റെ ഉടമകൾ ജുനൈദിന്റെ പുതിയ വീഡിയോയുടെ അടിയിലാണെങ്കിലും പഴയ വീഡിയോയുടെ അടിയിലാണെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ട്. എടാ, നിന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലടാ, നീ പുറത്തു താടാ, നീ ചെയ്യുന്ന വ്യക്തിയല്ല എനിക്കറിയാം, എന്നാലും നീ പുറത്തു താടാ, ഞാൻ അങ്ങനെ അപ്പോഴത്തെ രീതിയിൽ പറഞ്ഞു പോയതാടാ. എടാ, പുറത്തു തരാൻ അവൻ മരിച്ചോടാ. ട്രോളുന്നത് ഒരു കുറ്റമൊന്നുമല്ല. ഇപ്പൊ ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ട്, എന്നെയും പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ സെൻസിലേ എടുക്കുള്ളൂ. ജുനൈദിനെ ട്രോളുന്നതും ജുനൈദും ഒരു ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം സംഭവമുണ്ട്. ഒരു മനുഷ്യനെടുത്ത് തിന്നുക. ഒരാഴ്ചയായിട്ട് ജുനൈദിനെ തിന്നണവരുണ്ട്. ഒരു പെണ്ണിന്റെ പേരില് ഒരു പെണ്ണ് പരാതി നൽകി, എന്നെ പീഡിപ്പിച്ചു, 2 വർഷമായി പീഡിപ്പിക്കുന്നുണ്ട്. 2 വർഷമായിട്ടും പീഡിപ്പിക്കാന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴറിഞ്ഞത് ഒരു ആരോപണം. ബാംഗ്ലൂർ വെച്ച് ജുനൈദിനെ പിടികൂടി പോലീസ്. 24 മണിക്കൂർ ജുനൈദ് പോലീസ് കസ്റ്റഡി ഉണ്ടായിട്ടില്ല എന്ന് വെച്ച ഒരു ആരോപണം മാത്രം. ആ സമൂഹത്തിൽ ജുനൈദിനെ നാറ്റിച്ചു. ആ പാവം മരിച്ചു. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കമന്റ് ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു പെണ്ണിനെ സമൂഹത്തിൽ നാറ്റിക്കാനുള്ള ആകെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പീഡനം. അത് പിന്നെ കേട്ടാൽ പിന്നെ പോലീസിനായാലും മാപ്രകൾക്കാണെങ്കിലും പിന്നെ അവർക്ക് അത് ആഘോഷിക്കാം. ജുനൈദിന്റെ പേരിൽ മാപ്രകൾ ആഘോഷിച്ചിട്ടുണ്ട്. ജുനൈദിനെ പോലീസ് വെറുതെ വിട്ടപ്പോൾ അതിനെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയ, അതിനെക്കുറിച്ച് ന്യൂസ് ഇടാൻ പറ്റിയ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലാതായിരിക്കുന്നില്ല. അതും കൂടി മനസ്സിലാക്കുക. പക്ഷെ ജുനൈദ് ഒരു നിരപരാധിയായിരുന്നു. അയാൾ എല്ലാവർക്കും ട്രോളാൻ പറ്റിയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അതിന് മുകളിലേക്ക് അയാളെ തിന്നു കുറേ എണ്ണം. ജുനൈദ് മരിച്ചതിന് ശേഷം ഒരുപാടെണ്ണം കമന്റ് ചെയ്ത് കണ്ടു, ഇത് ആ പീഡനവീരനല്ലേ. ഇടയ്ക്ക് ഇവൻ്റെയൊക്കെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് മനസ്സാടാ നിന്റെയൊക്കെ. ജുനൈദിന്റെ പോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പെണ്ണ് കാരണം തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ശരി ഏതാണ് തെറ്റ് ഏതാന്ന് നോക്കാതെ ഒരാളെ പോലും നിങ്ങൾ ക്രൂശിക്കുന്നത് നല്ലൊരു കാര്യമല്ല. ജുനൈദ് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ.